Students, our second module is starting with the poem Shopping by Woods on a Snowy Evening. And this poem was written by Robert Frost, who was one of America's most famous and loved poets. He wrote mainly about nature and rural life and human emotions, often using simple language to express deep thoughts. Robert Frost was born in 1874 and died in 1963, and he was considered as one of the most famous and loved poets in America. അമേരിക്കയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഏറ്റവും എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നതുമായ കവികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ആൻഡ് ഹി റോട്ട് മെയിൻലി അബൌട്ട് നേച്ചർ, റൂറൽ ലൈഫ് ആൻഡ് ഹ്യൂമൻ ഇമോഷൻസ്. അദ്ദേഹം കൂടുതലും അദ്ദേഹത്തിൻ്റെ തീംസ് എന്ന് പറഞ്ഞിരുന്നത് എന്തായിരുന്നു? നേച്ചറായിരുന്നു, റൂറൽ ലൈഫിനെ കുറിച്ച്, ഗ്രാമീണ ജീവിതങ്ങളെക്കുറിച്ചും ആൻഡ് ഹ്യൂമൻ ഇമോഷൻസ്, മനുഷ്യൻ്റെ ഇമോഷൻസിനെ കുറിച്ചൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പോംസിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓഫൻ യൂസിങ് സിമ്പിൾ ലാംഗ്വേജ് ടു എക്സ്പ്രസ് ഡീപ്പ് തോട്ട്സ്. അദ്ദേഹത്തിൻ്റെ ഡീപ്പ് ഇമോഷണൽ തോട്ട്സൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും യൂസ് ചെയ്തിരുന്നത് ഏറ്റവും ലളിതമായ ലാംഗ്വേജിലായിരുന്നു അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത്. Frost lived in New England. It was a place in United States. ന്യൂ ഇംഗ്ലണ്ട് എന്നുള്ളത് നോർത്ത് ഈസ്റ്റേൺ ഏരിയയിലുള്ള, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ നോർത്ത് ഈസ്റ്റേൺ ഏരിയയിലുള്ള ഒരു സ്ഥലമാണ്. ആൻഡ് മെനി ഓഫ് ഹിസ് പോംസ് റിഫ്ലക്ട് ദ ബ്യൂട്ടി ആൻഡ് ക്വയറ്റ്നെസ് ഓഫ് ഇറ്റ്സ് കൺട്രി സൈഡ്. അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് പോയംസും റിഫ്ലക്റ്റ് ചെയ്യുന്നത് ആ കൺട്രി സൈഡിൻ്റെ ബ്യൂട്ടി, അതുപോലെ തന്നെ അതിൻ്റെ ക്വയറ്റ്നെസ്സൊക്കെയാണ് റിഫ്ലക്റ്റ് ചെയ്തിരുന്നത്. ആൻഡ് he received 4 Pulitzer Prize for Poetry. അദ്ദേഹം പോയട്രി എഴുതിയതിൽ നിന്ന് അദ്ദേഹത്തിന് 4 പുലിറ്റ്സർ പ്രൈസാണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് മേക്കിംഗ് ഹിം വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് അമേരിക്കൻ പോയറ്റ്സ് ഓഫ് ദ 20th century. അതുകൊണ്ട് തന്നെ 20th centuryയിലെ ഏറ്റവും മഹാന്മാരായ കവികളിൽ, അമേരിക്കയിൽ ജീവിച്ചിരുന്ന മഹാന്മാരായ കവികളിൽ ഒരാളാക്കി മാറ്റി അദ്ദേഹത്തിന് ആ പുലിറ്റ്സർ പ്രൈസ് നേട്ടമെന്നാണ് പറയുന്നത്. പുലിറ്റ്സർ പ്രൈസ് എന്ന് പറയുന്നത് അമേരിക്കയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏത് മേഖലകളിലാണ്? ജേർണലിസം, ലിറ്ററേച്ചർ, അതുപോലെ മ്യൂസിക്കൽ കമ്പോസിഷനിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ അവരുടെ കഴിവ് തെളിയിച്ച ആളുകളെയാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. അദ്ദേഹത്തിന് ഒരു 4 ടൈംസാണ് അദ്ദേഹത്തിൻ്റെ ലൈഫ് ടൈമിൽ അത് കിട്ടിയിട്ടുള്ളത്. Then the detailed summary of the poem. The poem Shopping by Woods on a Snowy Evening describes a moment of quiet reflection when the poet stops by a forest on a cold, snowy night. Shopping by woods on a snowy evening. Here woods means ഫോറസ്റ്റ്. അദ്ദേഹം ഒരു ഫോറസ്റ്റിൻ്റെ അരികിൽ നിൽക്കുന്നതാണ്. അതും ഒരു സ്നോവി ഈവനിങ്, മഞ്ഞ് വീഴുന്ന വൈകുന്നേരത്തെ ഒരു കാടിൻ്റെ അരികിലൂടെ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ഭംഗി കണ്ടിട്ടാണ് നിൽക്കുന്നതാണ്. ആ മൊമെൻറ്റിൽ അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ള ആ ക്വയറ്റ്നെസ്സിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഈ പോയറ്റിലുള്ളത് എന്നാണ് പറയുന്നത്. ആൻഡ് ഫോറസ്റ്റ് ഓൺ എ കോൾഡ് സ്നോവി നൈറ്റ്. നല്ല മഞ്ഞ് വീഴുന്ന രാത്രിയിലുള്ള അദ്ദേഹത്തിന് ആ ഒരു ഫീലിങ്സ്, ആ മൊമെൻറ്റിൽ തോന്നിയ ഫീലിങ്സാണ് ഈ പോയിന്റിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഫസ്റ്റ് സ്റ്റാൻസ, ഹൂസ് വൂഡ്സ് ദീസ് ആർ ഐ തിങ്ക് ഐ നോ, ഹിസ് ഹൗസ് ഈസ് ഇൻ ദ വില്ലേജ് ദോ, ഹി വിൽ നോട്ട് സീ മീ സ്റ്റോപ്പിംഗ് ഹിയർ ടു വാച്ച് ഹിസ് വൂഡ്സ് ഫിൽ അപ്പ് വിത്ത് സ്നോ. ഹൂസ് വൂഡ്സ് ദീസ് ആർ ഐ തിങ്ക് ഐ നോ. അദ്ദേഹം പറയുന്നുണ്ട് ഇത് ആരുടേതാണ് ഈ ഫോറസ്റ്റ് എന്ന് എനിക്കറിയാം. ഹിസ് ഹൗസ് ഈസ് ഇൻ ദ വില്ലേജ് ദോ. അദ്ദേഹത്തിൻ്റെ വില്ലേജിലാണ്, അദ്ദേഹത്തിൻ്റെ വീട് എന്ന് പറയുന്നത് വില്ലേജിലാണ്. ഹി വിൽ നോട്ട് സീ മീ സ്റ്റോപ്പിംഗ് ഹിയർ ടു വാച്ച് ഹിസ് വൂഡ്സ് ഫിൽ അപ്പ് വിത്ത് സ്നോ. അദ്ദേഹം, അതിൻ്റെ ഓണർ, ഒരിക്കലും താൻ ഇവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെ ആ വൂഡ്സ് വാച്ച് ചെയ്യുന്നത് അദ്ദേഹം കാണാനിടയില്ല. കാരണം ബിക്കോസ് ഹിസ് ഹൗസ് ഈസ് ഇൻ ദ വില്ലേജ്. The speaker stops his horse near a forest and watches the beautiful snow. The speaker stops his horse near a forest and watches the beautiful snow falling. The speaker stops his horse near a forest. Speaker എന്ത് ചെയ്യാണ്?
ഹോഴ്സ് എവിടെ അദ്ദേഹത്തിൻ്റെ ഹോഴ്സിനെ ഒരു ഫോറസ്റ്റിനരികിൽ നിർത്തുകയും ആൻഡ് ഹി വാച്ചസ് ദ ബ്യൂട്ടിഫുൾ സ്നോ ഫോളിങ് ഇൻ ദ ഫോറസ്റ്റ്. ആ ഫോറസ്റ്റിലുള്ള മഞ്ഞ് വീഴുന്നതിനെ അദ്ദേഹം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് മനോഹരമായിട്ടുള്ളൊരു മഞ്ഞ് വീഴ്ചയായിരുന്നാണ്. ഹി നോസ് ഹു ഓൺസ് ദ വൂഡ്സ് ബട്ട് ദ ഓണർ ലിവ്സ് ഇൻ ദ വില്ലേജ്. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ആരുടേതാണ് ആ വില്ലേജ് എന്ന്. ബട്ട് ദ ഓണർ ലിവ്സ് ഇൻ ദ വില്ലേജ്. പക്ഷേ ഓണർ എവിടെയാണ് താമസിക്കുന്നത്? ഗ്രാമത്തിലാണ്. ആൻഡ് വോണ്ട് സീ ഹിം സ്റ്റാൻഡിങ് ദർ. അദ്ദേഹത്തിന് ഒരിക്കലും ഇദ്ദേഹം അവിടെ നിൽക്കുന്നത് കാണില്ല എന്നാണ്. ദ പോയറ്റ് ഫീൽസ് പീസ്ഫുൾ ആസ് ഹി അഡ്മയേഴ്സ് ദ കാം ആൻഡ് ബ്യൂട്ടി ഓഫ് നേച്ചർ. അദ്ദേഹം ആ നേച്ചറിൻ്റെ ക്വയറ്റ്നെസ്സും ബ്യൂട്ടിയൊക്കെ അഡ്മയർ ചെയ്തിട്ട് ഇങ്ങനെ അഡ്മിറേഷനോട് കൂടി വാച്ച് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് എന്ത് ഫീലിംഗ് ആണ്? ഒരു പീസ്ഫുൾ ഫീലിംഗ് ആണ് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത് എന്നാണ്. My little horse must think it cure to stop without a farmhouse near, between the woods and frozen lake, the darkest evening of the year. Here the poet imagines that his horse must think it cure. അദ്ദേഹം ഇമാജിൻ ചെയ്യാണ് അദ്ദേഹത്തിൻ്റെ ഹോഴ്സ് ശരിക്കും എന്ത് സർപ്രൈസ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു അതിന് സ്ട്രേഞ്ച് ഫീലിംഗ് ആയിട്ടുണ്ടായിരിക്കുമെന്നാണ്. എന്തോ ഒരു അസാധാരണമായ കാര്യമാണ് തൻ്റെ ഓണർ ചെയ്യാൻ പോകുന്നതെന്ന് കുതിരയ്ക്ക് തോന്നിയിട്ടുണ്ടായിരിക്കുന്നത്. ബിക്കോസ് ദേ ഹാസ് സ്റ്റോപ്ഡ് ഇൻ ദ മിഡിൽ ഓഫ് നോവർ. കാരണം അവരെവിടെയാണ് നിന്നിരിക്കുന്നത്? ഇൻ ദ മിഡിൽ ഓഫ് നോവർ എന്നാൽ എവിടെയുമല്ല. നോ ഫാം ഹൗസ് നിയർ ബൈ, ജസ്റ്റ് ദ വൂഡ്സ് ആൻഡ് ഫ്രോസൺ ലേക്ക്. എവിടെയാണ്? ഇൻ ദ മിഡിൽ ഓഫ് വൂഡ്സ് ആൻഡ് എ ഫ്രോസൺ ലേക്ക്. ഒരു കാടിൻ്റെയും ഇൻ ബിറ്റ്വീൻ ദ ഫ്രോസൺ ലേക്ക് ആൻഡ് ഫ്രോസൺ ലേക്ക് എന്നാണ് മഞ്ഞ് വീണ് മരവിച്ച ഒരു തടാകത്തിൻ്റെയും ഒരു കാടിൻ്റെയും ഇടയ്ക്കാണ് നിർത്തിയിരിക്കുന്നത്. നോ ഫാം ഹൗസ് നിയർ ബൈ. അടുത്തൊന്നും ഒരു ഫാം ഹൗസ് ഇല്ല. യൂഷ്വലി പോയറ്റ് എപ്പോഴും ഇപ്പോൾ യാത്രകളിലൊക്കെ നിർത്തുന്നത് ഫാം ഹൗസിൻ്റെ അരികിലായിരുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഫാം ഹൗസിൻ്റെ അടുത്തല്ലാതെ ഒരു വൂഡ്സിൻ്റെയും ഫ്രോസൺ ലേക്കിൻ്റെ ഇടയിലാണ് നിൽക്കുന്നത്. ഇറ്റ് ഈസ് ദ ഡാർക്കസ്റ്റ് ഈവനിങ് ഓഫ് ദ ഇയർ, പെർഹാപ്സ് ദ വിൻ്റർ solstice, symbolizing deep quietness and solitude. It is the darkest evening of the year. അതൊരു പക്ഷേ ആ ഇയറിലെ ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഒരു ഡേ ആയിരിക്കാം. പെർഹാപ്സ് കാരണം ഡാർക്കസ്റ്റ് ഈവനിങ് ഏറ്റവും ഇരുട്ടേറിയ വൈകുന്നേരമാണ്. പെർഹാപ്സ് ദ വിൻ്റർ സോൾസ്റ്റൈസ്. ചിലപ്പോൾ ഒരു പക്ഷേ അത് വിൻ്റർ സോൾസ്റ്റൈസ് ആയിരിക്കാം. ദാറ്റ് സിംബലൈസിങ് ഡീപ്പ് ക്വയറ്റ്നെസ് ആൻഡ് സോളിറ്റ്യൂഡ്. അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അത്രയും ആഴത്തിലുള്ള ശാന്തതയെയും സോളിറ്റ്യൂഡിനെയുമാണ്, എന്താണ്, ഏകാന്തതയുമാണ് സൂചിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡാർക്കസ്റ്റ് ഈവനിങ് ഓഫ് ദ ഇയർ. സോൾസ്റ്റൈസ് മീൻസ് വിൻ്റർ സോൾസ്റ്റൈസ് മീൻസ് ഒരു ഇയറിൽ സണ്ണ് ഏറ്റവും ലോങ്ങസ്റ്റ് ഡിസ്റ്റൻസിലായിരിക്കുന്നത്. സണ്ണ് ഇക്വേറ്ററിൽ നിന്ന് ഏറ്റവും ഡിസ്റ്റൻസിലിരിക്കുന്ന സമയത്തിനെയാണ് സോൾസ്റ്റൈസ് എന്ന് പറയുന്നത്. അത് ഒരു വർഷത്തിൽ 2 തവണ സോൾസ്റ്റൈസ് ഉണ്ടാവാം. ഒന്ന് സമ്മർ സോൾസ്റ്റൈസും ഉണ്ടാവാം, 2 വിൻ്റർ സോൾസ്റ്റൈസും. സമ്മർ സോൾസ്റ്റൈസിൽ ഡേക്കായിരിക്കും ലെങ്ത്ത് കൂടുതൽ. ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ഡേ ഉള്ളത് സമ്മർ സോൾസ്റ്റൈസിലാണ്. അത് ജൂൺ 21-നാണ്. ആൻഡ് വിൻ്റർ സോൾസ്റ്റൈസ് ഉള്ളത് ഡിസംബർ 21-നാണ്. അതിലെന്താണ്, നൈറ്റിനാണ് ലെങ്ത്ത്, ഡേക്ക് കുറവായിരിക്കും. അപ്പോൾ ഡിസംബർ 21, 22 ദിവസത്തിൽ ഏതോ ഒരു ദിവസമാണ് എന്തുള്ളത്, വിൻ്റർ സോൾസ്റ്റൈസ് ഉള്ളത്. He gives his harness bells a shake to ask if there is some mistake. The only other sounds the sweep of easy wind and downy flake. The horse shake his bells as if questioning why they have stopped. Apart from the jingling bells, the only sounds are the soft wind and falling snowflakes. This creates a calm, magical and peaceful atmosphere. He gives his harness bells a shake. The horse shakes his bells as if questioning. അപ്പോൾ പോയറ്റിൻ്റെ അഭിപ്രായത്തിൽ ഹോഴ്സ് തൻ്റെ ഹാർനസ് ബെൽസ്, കടിഞ്ഞാണിൻ്റെ ബെല്ല് ഇളക്കുന്നത് അദ്ദേഹത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെയാണ് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നത്. ടു ആസ്ക് ഇഫ് ദർ ഈസ് സം മിസ്റ്റേക്ക്, ഇദ്ദേഹത്തിന് എന്തെങ്കിലും തെറ്റ് പറ്റിയോ എന്ന് ചോദിക്കുന്നത് പോലെ. ദ ഓൺലി അതർ സൗണ്ട്സ് ദ സ്വീപ്പ് ഓഫ് ഈസി വിൻഡ്. അവിടെ വേറൊരു സൗണ്ട് എന്ന് പറയുന്നത് അവിടെ
സ്വീപ്പ് ഓഫ് ഈസി വിൻഡ് ആയിരുന്നു. അവിടെയുള്ള ചെറിയ കാറ്റിൻ്റെ ഒരു മന്ദമാരുതൻ്റെ സൗണ്ടും അതുപോലെ ഡൗണി ഫ്ലേക്സിൻ്റെ, അതായത് മഞ്ഞിൻ ഫെതേഴ്സ് പോലെ, തൂവൽ പോലെ